പറയുന്നത്. പിന്നീട് നമുക്കറിയുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ സ്റ്റൊമക്കിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, എർത്ത് എന്ന് പറയുന്നത് ഒരു ഒരു ബേസ് ആണ്. നമുക്ക് ഒരു സ്റ്റെബിലിറ്റിയുടെ ഒരു കേന്ദ്രമാണ് എന്ത്, നമ്മുടെ ഒരു എനർജി ലെവലിൽ സ്റ്റെബിലിറ്റി വേണമെങ്കിൽ നമ്മുടെ എർത്ത് വളരെ സ്ട്രോങ് ആയിരിക്കണം. എർത്തിലെ ഒരു പ്രധാനപ്പെട്ട ഓർഗനാണ് നമ്മുടെ എർത്തിലെ യാങ് ഓർഗൻ ആയിട്ടുള്ള സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. ഇവിടെ പലപ്പോഴും എന്ത് സംഭവിക്കും, പല ഓർഗൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിട്ട് നമ്മുടെ ഈ മെയിൻ ഓർഗൻ ആയിട്ടുള്ള, ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യ ഘട്ടത്തിൽ നടക്കേണ്ട എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ആമാശയവുമായി ബന്ധപ്പെട്ടാണ് നടക്കേണ്ടത്. അതിനുശേഷമാണ് നെക്സ്റ്റ് ലെവലിലുള്ള എനർജിയൊക്കെ ആയിട്ട് ഇത് മാറുന്നത്. ഇപ്പൊ സ്റ്റൊമക്കിനെ കുറിച്ചിട്ട് ചൈനീസ് അക്യുപങ്ക്ചറിലൊക്കെ പറയാൻ റൂട്ട് ഓഫ് പോസ്റ്റ് ഹെവൻ എനർജി എന്നാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നും കൺവേർട്ട് ചെയ്യുന്ന എനർജികളുടെ ഒരു സോഴ്സ് അല്ലെങ്കിൽ റൂട്ട് ഒറിജിൻ ആണ് നമ്മുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. ഈ സ്റ്റൊമക്കിൽ എക്സ്ട്രീം ലെവലിൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ പലപ്പോഴും എന്ത് സംഭവിക്കും, മറ്റ് ഓർഗൻസുമായി ബന്ധപ്പെട്ട എനർജിയുടെ മറ്റ് ട്രാൻസ്ഫോർമേഷനൊന്നും പരിവർത്തനങ്ങളൊന്നും കൃത്യമായിട്ട് നടക്കാത്ത സാഹചര്യം വരും. അപ്പോൾ ഇതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റൊമക്കിലെ പോയിന്റ് ഉപയോഗിച്ചാലും മറ്റെല്ലാ ഓർഗൻസും ഈ സ്റ്റൊമക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോ സാധാരണ ഈ 5 ടാക്സേഷൻ ആൻഡ് 7 ഇഞ്ചുറീസ് എന്ന് പറയുന്ന വലിയൊരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മുടെ TCM അക്യുപങ്ക്ചറിന്റെ വ്യൂ അനുസരിച്ചിട്ട് നേരിട്ട് അവയവങ്ങളെ ബാധിക്കുന്ന, അവിടെ ഒരു ഡെഫിഷ്യൻസി വന്നിട്ട് അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്ന രോഗാവസ്ഥകളെയൊക്കെ നമുക്ക് ST36 വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് ഇൻസഫിഷ്യൻസി ഓഫ് ഒറിജിനൽ ചി, നമ്മുടെ ബേസിക് എനർജി, നമുക്കൊരു ഏറ്റവും ബേസിക് ആയിട്ടൊരു സോഴ്സ് എനർജി ഉണ്ട് നമ്മുടെ ശരീരത്തിൽ, അതിനെയാണ് നമ്മൾ ഒറിജിനൽ ചി എന്ന് പറയാം. അതേപോലെ സാങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ യാങ് ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന യാങ് എനർജിയാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റൊമക് എനർജിയാണ് അതിന്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത്. ഇതിലൊക്കെ കുറവുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കറിയാം, ചില ആളുകൾക്കൊക്കെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരാം. അതായത് പ്രായമാകുമ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല, 2 ദിവസം കഴിയുമ്പോൾ അവർക്ക് ശ്വാസതടസ്സം, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, ഡിപ്സ്നിയ പോലുള്ള കണ്ടീഷൻസ് ഒക്കെ സാധാരണ കാണപ്പെടും. ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകും. ചിലപ്പോ ഒരു കുത്തി ചുമക്കുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ പലപ്പോഴും നമുക്ക് ഈ ബേസിക് റൂട്ട് എനർജിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ബേസിക് ലെവലിലുള്ള എനർജിയുടെ ട്രാൻസ്ഫോർമേഷൻ നടക്കാത്തത് കൊണ്ട് സംഭവിക്കുന്ന ഇംബാലൻസുകളാണ്. അപ്പൊ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ST36 ഉപയോഗിക്കാൻ പറ്റും. പിന്നീട് നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്തോ അല്ലെങ്കിൽ ഡിസ്നിയ പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള എനർജിയുടെ പ്രൊഡക്ഷൻ നടക്കാത്തതുകൊണ്ടാണ്. ആ പ്രൊഡക്ഷൻ നടക്കാത്ത കേസുകളെ ട്രീറ്റ് ചെയ്യാൻ സുസാനിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ TCM അക്യുപങ്ക്ചറിന്റെ ഒരു വ്യൂ. 5 എലമെന്റ്സ് അക്യുപങ്ക്ചറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇത് എർത്ത് പ്ലസ് എർത്ത് എന്ന് പറയുന്ന പോയിന്റ് ആണ്. എലമെന്റ് അക്യുപങ്ക്ചറിലും ST36 എന്ന് പറയുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എർത്ത് എന്ന് പറയുന്നതാണ് നമ്മുടെ ബേസ്, റൂട്ട് ഓഫ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ST36 ഉപയോഗിക്കാൻ പറ്റും. ചില ആസ്പെക്റ്റുകളിലൊക്കെ ചില വ്യൂ പോയിന്റ് അനുസരിച്ചിട്ട് SP5 ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് പറയാറുണ്ട്. പക്ഷെ നമുക്ക് TCM തിയറി ബേസ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഒരിക്കലും SP5 എന്ന് പറയുന്ന പോയിന്റ് TCM അക്യുപങ്ക്ചറിൽ അത്ര ഇമ്പോർട്ടന്റ് പോയിന്റ് അതല്ല. അത് എഫക്റ്റീവ്നെസ് നോക്കുകയാണെങ്കിലും ആ തരത്തിൽ നമുക്ക് അങ്ങനെ ഒരു എഫക്റ്റീവ്നെസ് ഒന്നും SP5 കാണാൻ പറ്റില്ല. എന്നാൽ ST36 ആണെങ്കിലോ TCM അക്യുപങ്ക്ചറിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള റെഫറൻസുകൾ ബേസ് ചെയ്തിട്ട് ക്വാൻറ്റീൻ ഏജിങ് പോലുള്ള അടിസ്ഥാന ക്ലാസിക് ഗ്രന്ഥങ്ങളെ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് പറയുന്ന ഒന്നാണ് ST36 എന്ന് പറയുന്ന പോയിന്റ്.